അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وكل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുവാനും തൻ്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകാനും ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണ് മാതൃകായോഗ്യരായ ആളുകളുടെ ജീവിത സന്ദേശങ്ങൾ, ചരിത്ര പാഠങ്ങൾ പഠിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞകാല അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ധാരാളമായി വിവരിച്ചു നൽകിയിട്ടുണ്ട്. അവിടേക്ക് അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് അതിലൊരു ഇബ്റത്തുണ്ട്, ഗുണപാഠമുണ്ട് എന്നത്. അതേപോലെ മാ നുസബ്ബിതു ബിഹി ഫുആദക്, നബിയുടെ മനസ്സിനൊരു തസ്ബീത്ത്, ഒരു സ്ഥൈര്യം കിട്ടുവാനാണ്, സ്ഥിരത കൈവരുവാനാണ് എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞത് കാണാനാവും. ആ ഒരു തത്വത്തിൽ തന്നെയാണ് അഹ്ലുസുന്നയുടെ നേതാക്കളെ പരിചയപ്പെടുന്ന ഒരു തുടർ പഠന പരമ്പര നാം ഇവിടെ ആരംഭിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മുസ്ലിം ലോകത്ത് വ്യത്യസ്തമായ കക്ഷികളും ഭിന്നിപ്പുകളുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ ഓരോ കക്ഷികൾക്കും ധാരാളക്കണക്കിന് നേതാക്കളും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ, അഹ്ലുസുന്നയുടെ നേതാക്കളുമായി സംവദിച്ച, ഖണ്ഡനങ്ങൾ നിർവഹിച്ച ധാരാളം പണ്ഡിതന്മാർ എല്ലാ പിഴച്ച സംഘങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഷിയാക്കളിൽ, ഖവാരിജുകളിൽ, മുഅ്തസിലിയാക്കളിൽ, ജബരികളിൽ, ജഹ്മികളിൽ എല്ലാം നമുക്കങ്ങനെ കാണാൻ കഴിയും. എന്നാൽ ശരിയായ വിശ്വാസവും ശരിയായ നിലപാടും ഇല്ലാത്ത കാലത്തോളം അവരുടെ അറിവിനെ ബറക്കത്തുള്ള അറിവായി മുസ്ലിം ഉമ്മത്ത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അവരാരും അതിൽ ആ ഗണത്തിൽ എണ്ണപ്പെടുകയുമില്ല. എന്നാൽ എല്ലാവരേക്കാളുമേറെ എല്ലാ അർത്ഥത്തിലും മാതൃകാ യോഗ്യരായ ലക്ഷണമൊത്ത ഉലമാ ഏറ്റവും അധികം ഉള്ളത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശ വീഥിയിലാണ്. ലക്ഷക്കണക്കായ മഹാരഥന്മാരായ പണ്ഡിതന്മാരാൽ സമ്പന്നമാണ് അഹ്ലുസുന്നയുടെ കഴിഞ്ഞ 1400 വർഷക്കാലം. അതിൽ പ്രത്യേകം തലയെടുപ്പുള്ള, ലോകാടിസ്ഥാനത്തിൽ സ്വാധീനം ചെലുത്തിയ, നമുക്കെല്ലാം എന്നും മാതൃകയും ആവേശവും പകരാൻ മാത്രം ജീവിതം കൊണ്ട് മാതൃക കാണിച്ച
മഹനന്മാരായ ഏതാനും പണ്ഡിതന്മാരെ പരിചയപ്പെടുക, അവരുടെ ജീവിതത്തെ അടുത്തറിയുക, അതിൽ നമുക്കൊരു മാതൃക സ്വീകരിക്കാൻ കഴിയുക, അവരൊക്കെ അറിയുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക വഴി അവരോടൊപ്പം എത്താൻ ശ്രമിക്കുക. അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, തഖ്വ കൊണ്ട് അവരെപ്പോലാകാനോ അവരുടെ അടുത്തേക്ക് അടുക്കാൻ പോലുമോ കഴിയാത്തത്ര ദുർബലന്മാരാണ് നമ്മളെങ്കിലും അവരൊക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക വഴി അവരുടെ കൂടെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ സന്തോഷ വാർത്തയാണ്. നബി തങ്ങൾ പറഞ്ഞു, ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുമെന്നാണ്. അൻത മഅമൻ അഹ്ബബ്ത. ഒരു സ്വഹാബി വരെ നബിയോട് വന്ന് ചോദിക്കുന്നു, നബിയെ, എനിക്ക് ഖിയാമത്ത് എന്നാണ് എന്നറിയാം. മതസ്സാ, എപ്പോഴാണ് ഖിയാമത്ത്? നബി തങ്ങൾ ചോദിച്ചു, മാതാ അഴുതത്തലഹ, എന്താണ് ഇനി അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചത്? എപ്പോഴാണ് ഖിയാമത്ത് ചോദിക്കുമ്പോൾ എല്ലാം ഒരുങ്ങി തയ്യാറായ പോലെയാണല്ലോ ചോദ്യം. എന്താ ഒരുക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധികമായ നിസ്കാരങ്ങളോ അധികമായ ഇബാദത്തുകളോ ഒന്നുമില്ല. പക്ഷെ അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നീ എന്നാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ നേതാക്കളെ അറിയുമ്പോൾ സ്വാഭാവികമായും അവരോട് ഇഷ്ടം കൂടും, അവരുടെ സ്നേഹം വർദ്ധിക്കും. അതുവഴി ആ സ്നേഹം കൈമുതലാക്കിക്കൊണ്ട് നാളെ പരലോകത്തൊരു പക്ഷേ അവരോടൊപ്പം ചേരാൻ പടച്ച റബ്ബ് അനുഗ്രഹം നൽകിയാൽ നമ്മുടെ ഈ ഒരു പരിശ്രമം നമുക്ക് വലിയ ലാഭമായി മാറും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സ്വഹാബിമാർ മുഴുവനും അഹ്ലുസുന്നയുടെ നേതാക്കളാണ്. അത് നാം ഈ ഒരു പഠന പരമ്പരയിൽ സ്വഹാബത്തിനെ പഠന വിധേയമാക്കുന്നില്ല. കാരണം സ്വഹാബിമാർ എല്ലാവരും പണ്ഡിതന്മാരാണ്, എല്ലാവരും നേതാക്കളാണ്, എല്ലാവരും മുജ്തഹിദീങ്ങളാണ്, ഗവേഷണ യോഗ്യരായ ആളുകളാണ് എല്ലാ സ്വഹാബിമാരും. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നബിയെ കണ്ട സ്വഹാബിമാരുണ്ട്. നബിയിൽ നിന്ന് ഒരു ഹദീസ് പോലും ഉദ്ധരിക്കാൻ അവസരം ലഭിക്കാതെ പോയ സ്വഹാബിമാരുണ്ട്. ഒരു ഹദീസ് മാത്രം ഉദ്ധരിച്ചവരുണ്ട്. ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബിമാരുമുണ്ട്. പക്ഷെ എല്ലാ സ്വഹാബിമാരും മുജ്തഹിദീങ്ങളാണ്, ഗവേഷണം നിർവഹിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതന്മാരാണ്. ശേഷം വരുന്ന ഒരാളും എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയാലും ഒരു സ്വഹാബിയുടെയും അടുത്തേക്ക് പോലും അടുക്കാൻ കഴിയാത്ത അത്ര വലിയ സ്ഥാനമാണ് സ്വഹാബിമാർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബിമാരിൽ ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകം എടുത്തു പരിചയപ്പെടുത്തുന്നില്ല. മൊത്തം സ്വഹാബിമാർ നമ്മുടെ നേതാക്കളാണ്. എല്ലാ സ്വഹാബിമാരും സ്നേഹിക്കാൻ അഹ്ലുസുന്നക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരാരും മുഴുവൻ സ്വഹാബിമാരെയും സ്നേഹിക്കുന്നവരില്ല. ഷിയാക്കൾ മഹാഭൂരിപക്ഷം സ്വഹാബിമാരെയും വെറുക്കുന്നവരാണ്. ഖവാരിജുകൾ മഹാഭൂരിപക്ഷം സ്വഹാബിമാരെയും വെറുക്കുന്നവരാണ്. ഖദരിയാക്കൾ സ്വഹാബിമാരെ തള്ളിപ്പറഞ്ഞവരാണ്. മുഅ്തസിലിയാക്കൾ സ്വഹാബത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമെങ്കിലും ചില സ്വഹാബിമാരെയെങ്കിലും കുറിച്ച് മോശമായി ചിന്തിക്കുന്നവരും പറയുകയും എഴുതുകയും ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്വഹാബിമാരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുക എന്നത് അഹ്ലുസുന്നക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ നിലപാട് പറയുമ്പോൾ ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബു എന്നാണ്. എല്ലാ സ്വഹാബിമാരെയും സ്നേഹിക്കുക എന്നതാണ് എൻ്റെ മദ്ഹബ്, അതാണ് എൻ്റെ നിലപാട്. അതിൽ ഒരാളെപ്പോലും നമ്മൾ ഏറ്റവ്യത്യാസം കാണിക്കുന്നില്ല, ഒരു സ്വഹാബിയെ കുറിച്ച് മോശമായി പറയുന്നില്ല. കാരണം റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്വഹാബിമാരും മാതൃകാ യോഗ്യരാണ്, എല്ലാ സ്വഹാബിമാരും സ്വർഗാവകാശികളാണ്, എല്ലാ സ്വഹാബിമാരും ഏറ്റവും മുന്തിയ ഏറ്റവും ഉന്നതരായ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും എല്ലാം ഉടമകളാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ പൊതുവായ ആ വിഷയത്തിലുള്ള വിശ്വാസം. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവൻ വിശ്വാസം ശരിയാവുകയില്ല. സ്വഹാബത്തിനെ സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാനൊട്ട് സാധിക്കുകയുമില്ല.
അതിനാൽ സ്വഹാബത്തിനെ നമ്മൾ സ്നേഹിക്കണം. എല്ലാ സ്വഹാബിമാരെയും നമ്മൾ സ്നേഹിക്കണം. ഏത് സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു റബ്ബത്തെ തളിയത്ത് നൽകട്ടെ, തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥന നിർവഹിക്കണമെന്നതാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാനം. സ്വഹാബത്തിനെ സ്നേഹിക്കുന്ന ശരിയായ വിശ്വാസികൾ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. താബിഈങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത തലങ്ങളിൽ സേവനങ്ങൾ ചെയ്ത, ചെറുതും വലുതുമായ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച, ആയിരക്കണക്കായ ശിഷ്യന്മാരെ വാർത്തെടുത്ത, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് നേതൃത്വം വഹിച്ച, ലോകമൊന്നാകെ അറിവ് കൊണ്ട് നിറച്ച ഒട്ടനവധി പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ പൂർവികന്മാരിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, സുഫ്യാനുസ് സൗരി, ഇമാം ഔസാഇ, ഹസൻ ബസ്രി, ലൈസ് ഇബ്നു സഅദ് തുടങ്ങിയവരൊക്കെ കർമ്മശാസ്ത്ര രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ആദ്യകാല പണ്ഡിതന്മാരാണ്. ഇത് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോവുകയും അന്നു മുതൽ ഇന്നുവരെയും ലോകാടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ, അതേപോലെ കർമ്മശാസ്ത്ര നിദാനശാസ്ത്ര വിഷയങ്ങളിൽ, ഉസൂലുൽ ഫിഖ്, ഖവായിദുൽ ഫിഖ് തുടങ്ങിയ മേഖലകളിൽ അന്നു മുതൽ ഇന്നുവരെ ലോകം മുഴുവനും അവലംബിക്കുന്നത് അവരെയാണ്. ശേഷം ആരൊക്കെ ഫിഖ് പഠിച്ചാലും, ആരൊക്കെ ഫിഖിൽ കിതാബുകൾ എഴുതിയാലും, ഏതെല്ലാം മസലകൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുവെങ്കിലും, എത്ര ആധുനികരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുത്താലും അതെല്ലാം ചെന്നെത്തുക ഈ പറയപ്പെട്ട ആളുകളിലേക്കാണ്. ഹദീസിലാണെങ്കിൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ഹദീസ് ശേഖരിക്കുവാനും സംരക്ഷിക്കുവാനും ഹദീസിൽ നിന്ന് നിയമങ്ങളെ കണ്ടെത്തുവാനും അത് ഉമ്മത്തിന് കൈമാറിക്കൊടുക്കുവാനും എല്ലാം പരിശ്രമിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വിജ്ഞാന മേഖലകളിൽ, വിശ്വാസ തലങ്ങളിൽ, ഖുർആന്റെ തഫ്സീർ എഴുതുന്ന വിഷയത്തിൽ, ഹദീസിന്റെ വ്യാഖ്യാന മേഖലകളിൽ, ഹദീസ് നിദാന ശാസ്ത്രങ്ങളിൽ തുടങ്ങി ഏതെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ ആ വിജ്ഞാന ശാഖകളെല്ലാം ജ്വലിച്ചു നിന്ന മഹാനതന്മാരായ ഒട്ടനവധി പണ്ഡിതന്മാരാൽ സമ്പന്നമാണ് അഹ്ലുസുന്നയുടെ കഴിഞ്ഞകാല ചരിത്രം മുഴുവനും. സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് താബിഈങ്ങൾ മുതൽ ഇതുവരെയും അത് കണ്ണിമുറിയാതെ അണമുറിയാതെ ആ ഒരു തുടർച്ച, ആ ഒരു പൈതൃകം നിലനിന്ന് പോരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വിശ്വാസ മേഖല. അത് കൃത്യമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതിൽ കാലം കൊണ്ട് ഒന്നാമതായി നിൽക്കുന്നവരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ശ്രമിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മുഴുവൻ പാഠങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കർമ്മശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയാണ്. കാലം കൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒന്നാമൻ ഇമാം അബൂ ഹനീഫയാണ്. ഹിജ്റ 80 അദ്ദേഹം ജനിച്ചു, 150 അദ്ദേഹം മരണപ്പെട്ടു. 70 വയസ്സ് വരെയാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള ജീവിച്ചത്. അപ്പൊ ജനിച്ചത് ഹിജ്റ 80 സ്വഹാബിമാർ മടിച്ചു തീർന്നിട്ടില്ല. ആ കാലത്ത് സ്വഹാബിമാർ പലരും അന്ന് ജീവിച്ചിരിപ്പുണ്ട്. താബിഈങ്ങളാണ് അന്ന് മഹാഭൂരിപക്ഷവും ഉള്ളത്. താബിഈകളും അന്നുണ്ട്. ആ കാലത്താണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള ജനിക്കുകയും വളരുകയും പഠിക്കുകയും എല്ലാം ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിലാണ്. ഇതിന്റെ ശരിയായ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാണ്. വാപ്പാന്റെ പേര് സാബിത്ത്, അദ്ദേഹത്തിന്റെ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത്. അബൂ ഹനീഫ എന്നത് അദ്ദേഹത്തിന്റെ ഒരു അപര നാമമാണ്. അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി എന്നാണ് ശരിയായ പേര്. ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി, അതാണ് അദ്ദേഹത്തിന്റെ ശരിയായ നാമം. പിതാവിന്റെ പേര് സാബിത്താണ്, കൂഫക്കാരനാണ്, അതുകൊണ്ടാണ് കൂഫി എന്നറിയപ്പെടുന്നത്. ഇറാഖിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് കൂഫ, ബസറ, ബഗ്ദാദ് എന്നിവയൊക്കെ അന്ന് ഇറാഖിലെ ഏറ്റവും തലയെടുപ്പുള്ള
എല്ലാ രംഗത്തും ജ്വലിച്ചു നിൽക്കുന്ന, ഇസ്ലാമിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്ന, ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായി പിന്നീട് മാറിയതാണല്ലോ കൂഫ. ആ നിലക്ക് പ്രത്യേകമായി സവിശേഷതയുള്ള പട്ടണമാണ് കൂഫ. കൂഫയിലാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഹിജ്റ 80 അദ്ദേഹം ജനിക്കുന്നത്. വ്യത്യസ്തമായ സ്ഥാന പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അൽ ഇമാമുൽ അഅ്ളം എന്നാണ് പൊതുവെ ഹനഫി മദ്ഹബുകാർ പൊതുവായും മൊത്തത്തിൽ മറ്റുള്ളവരുമൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു സ്ഥാനപ്പേര് അൽ ഇമാമുൽ അഅ്ളം എന്നാണ്. ഹനഫി മദ്ഹബിൽ ഇമാമുമാർ എന്ന് പറയുമ്പോൾ 3 പേരെയാണ് ഉദ്ദേശിക്കാറുള്ളത്. ഒന്ന് ഇമാം അബൂ ഹനീഫയാണ്, മറ്റൊരു മുഹമ്മദ് ഹസൻ ഷൈബാനിയാണ്, ഖാദി അബു യൂസുഫുമാണ്. ഈ 3 പേരെ കുറിച്ച് ഹനഫി മദ്ഹബുകാർ ഇമാം എന്നാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഹനഫി ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഖാദൽ ഇമാം എന്ന് പറഞ്ഞാൽ ഈ 3 പേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം പദപ്രയോഗങ്ങൾ നിർവഹിക്കാറുള്ളത്. അതിൽ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചാണ് അൽ ഇമാമുൽ അഅ്ളം, ഏറ്റവും വലിയ ഇമാം എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്നത് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയാണ്. നമ്മൾ പറഞ്ഞു, കാലം കൊണ്ട് ഒന്നാമനാണ്. കർമ്മശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം പിന്നീട് വന്നവരൊക്കെ അബൂ ഹനീഫയിൽ നിന്നാണ് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പോകുന്നത്. കാരണം രണ്ടാമത്തെ ഇമാം കാലം കൊണ്ട് ഇമാം മാലിക്കാണ്. ഇമാം മാലിക് റഹിമഹുല്ല അബൂ ഹനീഫയുടെ ശിഷ്യനാണ്. മൂന്നാമത്തെ ഇമാം കാലം കൊണ്ട് ഇമാം ഷാഫിഇയാണ്. ഇമാം ഷാഫിഇ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. നാലാമത്തെ ആൾ ഇമാം അഹ്മദാണ്. ഇമാം അഹ്മദ് ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് റഹിമഹുമുല്ലാ. അപ്പോൾ ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യൻ ഇമാം മാലിക്, ഇമാം മാലിക്കിന്റെ ശിഷ്യൻ ഇമാം ഷാഫിഇ, ഇമാം ഷാഫിയുടെ ശിഷ്യൻ ഇമാം അഹ്മദ്. അഥവാ 4 മദ്ഹബിന്റെ നേതാക്കളായ ഈ 4ൽ 3 പേരും അബൂ ഹനീഫയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവിടെ അറിവുകൾ ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞു, മൻ അറാദ അൻ യതബഹറ ഫിൽ ഫിഖ്ഹി ഫഹുവ ഇയാലുൻ അലാ അബി ഹനീഫത. ആരെങ്കിലും കർമ്മശാസ്ത്രത്തിൽ അഗാധമായ ജ്ഞാനം നേടാൻ, പാണ്ഡിത്യം നേടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെല്ലാം അബൂ ഹനീഫയോട് കടപ്പെട്ടവരാകുന്നു എന്നാണ്. അബൂ ഹനീഫയുമായി കടപ്പാടില്ലാതെ അബൂ ഹനീഫയുടെ അറിവിൽ നിന്ന് സ്വീകരിച്ചു പോകുന്ന ആ ഒരു വെളിച്ചത്തിൽ നിന്നല്ലാതെ ലോകത്തൊരാൾക്കും ഇനി കർമ്മശാസ്ത്രം പഠിക്കാനും അതിൽ പ്രാവീണ്യം നേടാനും സാധ്യമല്ല. ഫഹുവ ഇയാലുൻ അലാ അബി ഹനീഫ. അവരെല്ലാം അബൂ ഹനീഫയോട് കടപ്പെട്ടവരാണ് എന്ന് പറയുന്നത് ഇമാം ഷാഫിഇ റഹിമഹുല്ലയാണ്. ആ നിലക്ക് എല്ലാ പണ്ഡിതന്മാരുടെയും ഈ ഒരു പരിശ്രമങ്ങൾ ചെന്നെത്തുക കർമ്മശാസ്ത്ര മേഖലയിൽ ഇമാം അബൂ ഹനീഫയിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഫഖീഹുൽ ഇറാഖ്, ഫഖീഹുൽ ഉമ്മ, ആലിമുൽ ഉമ്മ തുടങ്ങിയ പേരുകളിലും ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അറിയപ്പെട്ടിട്ടുണ്ട്. ഫഖീഹുൽ ഇറാഖ്, ഇറാഖിലെ ഏറ്റവും വലിയ കർമ്മശാസ്ത്രജ്ഞൻ എന്ന പേരിൽ അദ്ദേഹം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇമാമുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഇമാം. ആലിമുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിം. അതേപോലെ ഇമാമുൽ അഇമ്മത്തുൽ ഫുഖഹ, കർമ്മശാസ്ത്ര ഇമാമുമാരുടെ ഇമാമ്. ഇമാമുൽ അഇമ്മ, ഇമാമുമാരുടെ ഇമാമ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ബാക്കി 3 പേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി പിന്നീട് വന്നവരാണല്ലോ. അതുകൊണ്ട് ഇമാമുൽ അഇമ്മത്തുൽ ഫുഖഹ, കർമ്മശാസ്ത്ര ഇമാമുമാരുടെ ഇമാം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ആ നിലക്കുള്ള മഹത്വങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അബൂ ഹനീഫയുടെ വാപ്പ സാബിത്ത് റഹിമഹുല്ലാ അദ്ദേഹം അലി ബിൻ അബി ത്വാലിബിനെ കണ്ടുമുട്ടിയവരാണ്. അലി ബിൻ അബി ത്വാലിബുമായി ബന്ധം സ്ഥാപിക്കുകയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സാബിത്തിനും സാബിത്തിന്റെ സന്താന പരമ്പരക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. സാബിത്തിനും സന്താന പരമ്പരക്കും ബർക്കത്തിന് വേണ്ടി, ഖൈറിന് വേണ്ടി അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആയുടെ കൂടി ഫലമായിരിക്കാം ഒരുപക്ഷെ സാബിത്തിന്റെ മകൻ നുഅ്മാൻ എന്ന അബൂ ഹനീഫ റഹിമഹുല്ലാ ഇത്ര വലിയ ഒരു നിലവാരത്തിലേക്ക് പിന്നീട് അദ്ദേഹം എത്തിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ നിലക്ക് അദ്ദേഹം വലിയ സ്ഥാനമാനങ്ങൾ ദീനിയായ മേഖല അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബം പൊതുവെ കച്ചവടക്കാരാണ്. വസ്ത്രത്തിന്റെ കച്ചവടമാണ് അദ്ദേഹത്തെ കുടുംബപരമായി പാരമ്പര്യമായി കൈമാറിപ്പോകുന്നത്. പിതാവ് വസ്ത്ര കച്ചവടക്കാരനായിരുന്നു, പിതാമഹൻ വസ്ത്ര കച്ചവടക്കാരനായിരുന്നു. അബൂ ഹനീഫക്കും ആ കച്ചവടം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിലെ വാപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ഇടപെടുകയും ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വാപ്പാന്റെ കൂടെ എപ്പോഴും കച്ചവട ആവശ്യാർത്ഥം സ്ഥിരമായി അദ്ദേഹം യാത്ര പോവുകയും
പിന്നീട് ഇതിലേക്കൊക്കെ തിരിഞ്ഞ് ദീനു പഠിച്ച് ഈ രംഗത്ത് പ്രാവീണ്യം നേടി വന്നപ്പോഴും കച്ചവടം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. കച്ചവടത്തിൽ ശ്രദ്ധിക്കുകയും അതിലെ കാര്യങ്ങൾ കൂടി ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരാളെയും ആശ്രയിക്കാതെ സ്വന്തമായി അദ്ദേഹത്തിന് സാമ്പത്തികമായ ശേഷിയുണ്ടാവുകയും അതുകൊണ്ട് ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ദീനിന് സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. മാത്രവുമല്ല, അന്നത്തെ ദീനിന്റെ വ്യത്യസ്തമായ വഴികളെ കാര്യമായി സഹായിച്ച, സാമ്പത്തികമായി ദാനങ്ങൾ നൽകി സഹായിച്ചവരിൽ അബൂ ഹനീഫ റഹിമഹുള്ളയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം ശഅബി റഹിമഹുള്ള അദ്ദേഹമാണ് അബൂ ഹനീഫ എന്ന കച്ചവടക്കാരനെ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ നിമിത്തമായത്. ഒന്ന് ഇമാം ശഅബിയാണ്, മറ്റൊന്ന് ഇമാം ഹമ്മാദാണ്. ഈ രണ്ടുപേരുടെ പ്രചോദനമാണ് അബൂ ഹനീഫ റഹിമഹുള്ള ദീനു പഠിക്കാനും ആ വഴിയിൽ പിന്നീട് പ്രാവീണ്യം നേടാനും നിമിത്തമായി മാറിയത്. ഇമാം ശഅബിയുടെ ദർസ് നടക്കുന്ന പള്ളിയുടെ സമീപത്ത് കൂടിയാണ് അബൂ ഹനീഫ റഹിമഹുള്ള സ്ഥിരമായി കച്ചവടാവശ്യാർത്ഥം പോകാറുള്ളത്. രാവിലെ അദ്ദേഹം അങ്ങോട്ട് പോകും, വൈകുന്നേരം തിരിച്ചു പോരുന്നതും കാണാം. നല്ലൊരു ചെറുപ്പക്കാരനായ, കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി സ്ഥിരമായി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ഇമാം ശഅബി റഹിമഹുള്ള അദ്ദേഹത്തെ വിളിപ്പിച്ചു, ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഇങ്ങനെ സ്ഥിരമായി പോകുന്നത്? അദ്ദേഹം ഒരു കച്ചവടത്തിൽ വാപ്പാനെ കൂടെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്. ഇമാം ശഅബി പറഞ്ഞു, അതല്ല ചോദിച്ചത്, ഞാൻ വിചാരിച്ചത് നീ വരെ ദീനും പഠിക്കാൻ വേണ്ടി പോവുകയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് ഇമാം ശഅബി പറയുകയും അദ്ദേഹം പറഞ്ഞു, നീ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, നീ ചെയ്യേണ്ടത് ദീനു പഠിക്കാൻ വേണ്ടി നീ പരിശ്രമിക്കുക. അതോടൊപ്പം നീ നീ ഇൽമു പഠിക്കണം, ഉലമാക്കളെ കൂടെ നീ സഹവസിക്കണം, പണ്ഡിതന്മാരുമായി നീ കൂടിയിരിക്കണം. കാരണം നിന്നിൽ ഞാൻ കാണുന്നുണ്ട് നിന്നിൽ നല്ല സജീവതയും നല്ല ആവേശവും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നീ പഠിക്കാനിറങ്ങിയാൽ അത് വലിയ ഖൈറായി മാറും, ദീനിന് ഉപകാരപ്പെടും, നിനക്കും അതുകൊണ്ട് ഉപകാരമുണ്ടാകും എന്ന് ഇമാം ശഅബി റഹിമഹുള്ള പറഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള പറയാണ്, ഫവഖഅ ഫീ ഖൽബി മിൻ ഖൗലിഹി. ശഅബിയുടെ ആ വാക്ക് അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞു, ആ ഒരു വാക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ചു. അതേക്കുറിച്ച് ഞാൻ പിന്നെ ചിന്തിച്ചു. അങ്ങനെ ഫതറക്തുൽ ഇഖ്തിലാഫ ഇലാ സൂഖി വഅഖദ്തു ഫിൽ ഇൽമി ഫനഫഅനില്ലാഹു ബിഖൗലിഹി. അങ്ങനെ ഞാൻ കച്ചവടത്തിൽ നിന്ന് കുറച്ച് ശ്രദ്ധ കുറച്ചുകൂടെ സമയം ദീന് പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുകയും പണ്ഡിതന്മാരുമായി സഹവസിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പഠിച്ച റബ്ബ് വലിയ ഉപകാരങ്ങൾ പിന്നീട് ഇമാം ശഅബിയുടെ ആ വാക്ക് കാരണമായി എനിക്ക് ലഭിച്ചു എന്ന് അബൂ ഹനീഫ റഹിമഹുള്ള പിന്നീട് പറയുന്നുണ്ട്. അന്ന് ഇമാം അബൂ ഹനീഫക്ക് 22 വയസ്സ് പ്രായമാണ്. അതിനു മുമ്പേ ദീനുള്ള കുടുംബമാണ്, വഹപ്പ സ്വാലിഹായ മനുഷ്യരാണ്. ആ ദീനിയ അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നത്. പക്ഷെ ദീനു പഠിച്ചൊരു ആര്യമായി പോകാനുള്ള നിയ്യത്തിലായിരുന്നില്ല അബൂ ഹനീഫ ഇമാം ആദ്യകാലത്തൊന്നും ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നത് എന്നർത്ഥം. 22ാമത്തെ വയസ്സിൽ ഇമാം ശഅബിയുടെ ഈ ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനിക്കുകയും അങ്ങനെ ശഅബിയുടെ കൂടെയും അതേപോലെ ഹമ്മാദ് ബിൻ അബീ സുലൈമാന്റെ കൂടെയും ഒക്കെ അദ്ദേഹം സഹവസിക്കുകയും ചെയ്തു. അത് ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ റഹിമഹുള്ളയെ അദ്ദേഹം തന്റെ ഉസ്താദായി സ്വീകരിക്കുകയും ആ ഹമ്മാദിന്റെ ദർസിൽ അദ്ദേഹം സ്ഥിരമായി ചെന്നു ചേരുകയും ചെയ്തു. അങ്ങനെ ഹമ്മാദിന്റെ ശിഷ്യന്മാരിൽ ഒരു നല്ല തലയെടുപ്പുള്ള ശിഷ്യനായി മാറി. അവസാനം ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി കൂടി. 22ാമത്തെ വയസ്സിൽ വന്നു ചേർന്ന അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത്ത് റഹിമഹുല്ല 18 കൊല്ലമാണ് അവിടെ പഠിച്ചത് എന്നാണ്, അല്ലെങ്കിൽ 20 കൊല്ലം. രണ്ട് രൂപത്തിൽ റിവായത്തുണ്ട്. 18 കൊല്ലമെന്നും 20 കൊല്ലമെന്നും അബൂ ഹനീഫ ഇമാം തന്നെ പറഞ്ഞ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും 18 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ഹമ്മാദ് ബിൻ അബീ സുലൈമാന്റെ കൂടെ അദ്ദേഹത്തെ ശിഷ്യനായി ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല കൂടുകയാണ് ചെയ്തത്. ആ 18 കൊല്ലം കൊണ്ട് ഹമ്മാദിൽ നിന്നുള്ള വിജ്ഞാനങ്ങളെല്ലാം അദ്ദേഹം നേടിയെടുത്തു. കർമ്മശാസ്ത്രത്തിൽ, ഹദീസിൽ, അഖീദയിൽ, ഭാഷയിൽ, കവിതയിൽ തുടങ്ങി എല്ലാ രംഗത്തും വലിയ പ്രാവീണ്യമുള്ള ആളായി അദ്ദേഹം പിന്നീട് മാറുകയാണ് ചെയ്തത്. ഒരു 35 വയസ്സായപ്പോൾ അബൂ ഹനീഫ ഇമാം പറയാൻ, എനിക്ക് ചെറിയ തോന്നലുണ്ടായി, ഇനി എനിക്ക് സ്വന്തമായി ഒരു ക്ലാസ്സൊക്കെ ആരംഭിച്ച് ഞാനങ്ങനെ ഒരു ഉസ്താദായി അത് മാറിയാലോ, ഇതിങ്ങനെ കുറേ കാലം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ചെറിയ തോന്നൽ എനിക്കുണ്ടായി എന്ന് അബൂ ഹനീഫ ഇമാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഉസ്താദിനെ കൂടെ അടക്കേണ്ടതില്ല, വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒരു ദർസൊക്കെ തുടങ്ങി കുറച്ചാളെ പഠിപ്പിച്ച് ഉസ്താദായി
അവിടെ കൂടാമല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എനിക്ക് 35-ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായി. ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു മനസ്സിൽ തോന്നൽ ഏതെന്നാലും പോകണം, ഇനി ഇവിടുന്ന് ഒഴിവായി പോയി ഇവിടെയൊക്കെ പഠിപ്പിച്ച് ഒരു ഉസ്താദാകാൻ മാത്രമുള്ള ഇൽമൊക്കെ എനിക്ക് ആയിട്ടുണ്ട് എന്ന് തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. ആ സമയത്താണ് ഉസ്താദ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റഹിമഹുള്ളയുടെ ഒരു ബന്ധു മരിക്കുകയും ആ ബന്ധുവിന് അവകാശങ്ങളില്ലാതായി മാറുകയും ആ ബന്ധുവിൻ്റെ അല്പം അനന്തര സ്വത്ത് അവിടെ ബാക്കിയാവുകയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉസ്താദിന് അങ്ങോട്ട് യാത്ര പോകേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഉസ്താദ് ബസറയിലേക്ക് യാത്ര പോകുമ്പോൾ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു, നിന്നെ പകരം ഏൽപ്പിക്കുന്നു, ഞാൻ വരുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണം എന്ന് പറഞ്ഞ് അബൂ ഹനീഫ എന്ന വിദ്യാർത്ഥിയെ, അന്നവിടെ സീനിയറായി നിൽക്കുന്ന 35 വയസ്സുള്ള വിദ്യാർത്ഥിയെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് ഉസ്താദ് പോകുന്നത്. ആ സമയത്ത് പല ആളുകളും അവിടെ ഹമ്മാദിനെ കാണാൻ വരുമ്പോൾ ഉസ്താദ് അവിടെ ഇല്ല. പകരം ഏൽപ്പിക്കപ്പെട്ട ആളുണ്ട്, ഇദ്ദേഹത്തെ വന്ന് കാണും, പലരും വന്ന് സംശയങ്ങൾ ചോദിക്കും, അദ്ദേഹം മറുപടികൾ പറയും. അങ്ങനെ കൊടുത്ത മറുപടിയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തി വെക്കും. പലരും അദ്ദേഹത്തെ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒരു സ്ത്രീ വന്ന് സംശയം ചോദിച്ചപ്പോൾ അത് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ വ്യത്യസ്തമായ സംശയങ്ങൾ ചോദിച്ചു, അതിലൊന്നും അബൂ ഹനീഫക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ആ സ്ത്രീ ദേഷ്യപ്പെട്ടതാണ്, നിങ്ങളൊക്കെ വലിയ ആര്യമായി ഇവിടെ ഇരിക്കുക, ചോദിച്ചതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും മൊത്തം അദ്ദേഹം 60 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു. ഉസ്താദ് വന്നപ്പോൾ ഈ കൊടുത്ത ചോദ്യം മറുപടിയൊക്കെ ഉസ്താദിനെ കാണിച്ചപ്പോൾ ഉസ്താദ് ഇതിൽ പലതും തെറ്റാണ് എന്ന് ഉസ്താദ് പറഞ്ഞെടുത്തു. ഈ കൊടുത്ത ഉത്തരങ്ങൾ പലതും തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ തെറ്റൊക്കെ ഉസ്താദ് തിരുത്തി കൊടുത്തപ്പോൾ അബൂ ഹനീഫ പറയും, എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ മാത്രമായിട്ടില്ല, എനിക്ക് പടച്ചറബ് തന്ന ഒരു പണിഷ്മെന്റാണ്. ഇങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ അതിനായിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ റബ്ബ് ചെയ്തൊരു പണിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോണില്ല തീരുമാനിച്ചു എന്നും അവിടെ തന്നെ കൂടണമെന്ന് ആഗ്രഹിക്കുകയും 5 കൊല്ലം കൂടി ഇവിടെ നിൽക്കുകയും 40-ാമത്തെ വയസ്സിൽ അബൂ ഹനീഫയുടെ 40-ാമത്തെ വയസ്സിൽ ഉസ്താദ് ഹമ്മാദ് റഹിമഹുല്ല വഫാത്താവുകയും ചെയ്തു. ഹമ്മാദ് മരിച്ചപ്പോൾ പിന്നെ അവിടുത്തെ പകരക്കാരനായി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ശേഷമുള്ള 30 കൊല്ലം ഹമ്മാദിന്റെ പിൻഗാമിയായി അദ്ദേഹം അവിടെ സേവനം ചെയ്യുകയും ചെയ്തു. അത്രയേറെ മഹത്വമുള്ളവരായിരുന്നു അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല എന്നർത്ഥം. മാത്രമല്ല കച്ചവടത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച ആളുകൾ പറയുമായിരുന്നു, അബൂബക്കർ സിദ്ദീഖിന്റെ മാതൃകയാണ് അബൂ ഹനീഫക്ക് എന്ന് വരെ അന്ന് ആളുകൾ പറയുമായിരുന്നുവെന്നാണ്. അത്രയേറെ സൂക്ഷ്മത, ഹറാമായ ഒരു രൂപ പോലും തന്റെ കച്ചവടത്തിൽ വരാൻ പാടില്ല എന്ന അദ്ദേഹത്തിന് വലിയ നിഷ്കർഷമായ കണിശമായ നിലപാടുണ്ടായിരുന്നുവെന്നാണ്. ആളുകൾ തങ്ങളുടെ വസ്തുക്കൾ ഇങ്ങോട്ട് വിൽക്കാൻ വേണ്ടി വരുമ്പോൾ അബൂ ഹനീഫ അടുത്ത് വന്ന് അവർ പറയും, ഇത്ര റുപ്യ എന്നാൽ ഞാൻ തരാം. അപ്പോൾ അബൂ ഹനീഫ അങ്ങോട്ട് പറയും, അത് അതിലേറെ പൈസ ഇട്ടുണ്ട്, അയാളെ മുതലിന് അയാൾ പറഞ്ഞ വിലയേക്കാൾ ഏറെ ആ പൈസക്കും തരണ്ട, അതിനേക്കാൾ ഏറെ വില കിട്ടുമെന്ന് പറഞ്ഞ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ ഒറിജിനൽ വില കൊടുക്കുമ്പോൾ അത്രയേറെ സൂക്ഷ്മത അദ്ദേഹം പാലിക്കുമെന്നാണ്. ഒരു സ്ത്രീ അവരുടെ ഒരു ഉൽപ്പന്നവുമായി വന്നു അബൂ ഹനീഫയുടെ അടുത്തെത്തി. അബൂ ഹനീഫ എന്താ വില? അവർ പറഞ്ഞു 100 ദിർഹം തന്നാൽ ഞാൻ തരാം. അപ്പോൾ അബൂ ഹനീഫ പറഞ്ഞു 100 ഒന്നല്ല, അതിലേറൊക്കെ കിട്ടും അതിന് പൈസ, 100 കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്ര വേണ്ടി പറഞ്ഞു? അപ്പോൾ ആ സ്ത്രീ നബിന് 200 എന്നുള്ളത്. അപ്പോൾ അബൂ ഹനീഫ 200 ഒന്നല്ല, അതിലേറെ കിട്ടുന്നത്. അപ്പോൾ ആ സ്ത്രീ നബിന് 300 ഉണ്ടോ? അപ്പോഴേ തന്നെ 300 അല്ല, അതിലേറെ വിലട്ട സാധനമാണിത്. കാരണം എന്നാ പിന്നെ ഒരാളെ നമ്മൾ വിളിച്ചുകൊണ്ടിട്ട് വില പറയിപ്പിക്കാറ്. എന്നെ വേറെ ആളെ വിളിച്ചുകൊണ്ടിട്ട് വില പറയിപ്പിച്ചപ്പോൾ അയാൾ 500 പറഞ്ഞു. എന്നാൽ ശരി, ആ 500 അബൂ ഹനീഫ അത് വാങ്ങിയതാണ്. അത്രയേറെ സൂക്ഷ്മത. ഒരാളുടെ അറിവില്ലായ്മ കൊണ്ട് അയാളുടെ സമ്പത്ത് അന്യായമായി എന്നിലേക്ക് വരേണ്ടതില്ല, ന്യായമല്ലാത്ത രൂപത്തിൽ എനിക്ക് വേണ്ട എന്ന അത്ര വലിയ ശ്രദ്ധ, സൂക്ഷ്മത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചരക്കുകൾ വിൽക്കാൻ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് അദ്ദേഹം ഒരിക്കൽ കുറെ വസ്ത്രങ്ങൾ ഒന്നിച്ച് വിൽക്കാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വസ്ത്രത്തിന് ചെറിയൊരു കേടിനിട്ടോ വിൽക്കുമ്പോൾ അത് പ്രത്യേകം പറയണം, വാങ്ങുന്ന ആളിനെ പ്രത്യേകം പറയണം, ഇതിന് തകരാറുണ്ടെന്ന് പറയണം, പറഞ്ഞിട്ട് അത് തൃപ്തിയുള്ളവൻ വാങ്ങിയാൽ മതി. അദ്ദേഹം കൊണ്ടുപോയൊക്കെ വിറ്റു. പക്ഷേ എല്ലാം വിറ്റ കൂട്ടത്തിൽ സന്ദർഭവശാൽ ഇത് വിറ്റപ്പോൾ അദ്ദേഹം പറയാൻ മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അബൂ ഹനീഫ പറഞ്ഞു, ഞാനത് പറയാൻ വിട്ടുപോയി, മറന്നു. ആ വസ്ത്രം ആരാ വാങ്ങിയത് വെച്ചു, അതെനിക്കറിയില്ല. എല്ലാ വസ്ത്രം വിറ്റ കൂട്ടത്തിൽ ഇതും വിറ്റുപോയി, ആര് വാങ്ങിയെന്നറിയില്ല. ഞാൻ അയാളെ പോയി കണ്ട് അയാളത് പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനാണ് അബൂ ഹനീഫ ഉദ്ദേശിച്ചത്. പക്ഷെ വാങ്ങിയ ആളെ അറിയില്ല. അതുകൊണ്ട് അബൂ ഹനീഫ റഹിമഹുല്ലാ അതിനെ വില സ്വതക്ക ചെയ്തതാണ്. അത് വേണ്ട, ആ പൈസ എനിക്ക് വേണ്ട. അങ്ങനെ ഒരാളെ ഈ അഴിവ് മറച്ചു വെച്ചുകൊണ്ട് വിറ്റിട്ട് കിട്ടിയ പണം അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സ്വതക്ക ചെയ്തുവെന്നാണ്. അതേപോലെ വലിയ ലാഭം അദ്ദേഹത്തിന് കച്ചവടത്തിൽ ലഭിക്കുമായിരുന്നു.
ആ ലാഭങ്ങളൊക്കെ അദ്ദേഹം മിക്കവാറും സ്വതക്ക ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. വലിയ വലിയ ലാഭങ്ങൾ കിട്ടിയാൽ അദ്ദേഹം വന്ന് ആ പണത്തിന് വസ്ത്രവും അതേപോലെ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അവിടെയുള്ള പണ്ഡിതന്മാർ, മതവിദ്യാർത്ഥികൾ അവിടുത്തെല്ലാം വന്നുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കുള്ള, നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറയുകയും ബാക്കിയുള്ള പണം അവർക്ക് നൽകിയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് വാങ്ങിക്കൊള്ളൂ, ഇത് എൻ്റെ സ്വത്തല്ല, ഇത് പടച്ച റബ്ബ് തന്നതാണ്, റബ്ബ് എനിക്ക് അധികമായി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ലാ തഹ്മദു ഇല്ലല്ലാഹ്, പടച്ചോനെ സ്തുതിച്ചാൽ മതി, എന്നെ പറ്റി മതമൊന്നും പറയണ്ട, ഇത് എൻ്റെ സമ്പത്തല്ല, പടച്ച റബ്ബ് എനിക്ക് അധികമായി തന്നതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെല്ലാം സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അത്രയേറെ സൂക്ഷ്മത പാലിച്ച ആളായിരുന്നു അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ. ധാരാളമായ ഇബാദത്ത്, ധാരാളമായ ഖുർആൻ പാരായണം അദ്ദേഹത്തിന്റെ സ്ഥിരം പതിവായിരുന്നുവെന്നാണ്. രാത്രി നിസ്കാരങ്ങളിൽ മിക്കവാറും അദ്ദേഹം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യാറുണ്ട് എന്ന് ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തി കാണുന്നു. ശിഷ്യന്മാർ പറയുന്നു, പള്ളിയിൽ ചെന്നപ്പോൾ ഒരാളവിടെ രാത്രി ആരുമില്ലാത്ത സമയത്ത് പള്ളിയിൽ ഒരാൾ ഉറക്കെ ഖുർആൻ ഓതി സുന്ദരമായി ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നത് കണ്ടു. ആ ഓത്തും ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവിടെ ബാക്കിലങ്ങനെ ഇരുന്നു. ഇദ്ദേഹം അങ്ങനെ ഓതുകയാണ്. ഓതി 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 വിശുദ്ധ ഖുർആനിൻ്റെ 7 ഓതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവസാനിപ്പിക്കുമായിരിക്കും. പിന്നെയും ഓതി ഖുർആന്റെ 3 പകുതിയിലേക്കെത്തി. അവസാനം ഖുർആൻ കംപ്ലീറ്റ് അദ്ദേഹം ഓതി നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു നോക്കുമ്പോൾ ആരാ നോക്കുമ്പോൾ അബൂ ഹനീഫയാണ് എന്നാണ്. അത്രയേറെ ഇബാദത്ത്, വിശുദ്ധ ഖുർആന്റെ പാരായണത്തിലൊക്കെ ശ്രദ്ധിച്ച ആളായിരുന്നു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. അദ്ദേഹം എല്ലാ ദിവസവും ദിവസത്തെ അദ്ദേഹം വ്യത്യസ്തമായ രൂപത്തിൽ അദ്ദേഹം ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു. സുബൈക്ക് ശേഷം ളുഹ സമയം വരെ അദ്ദേഹം പള്ളിയിൽ തന്നെ കൂടി ആളുകൾക്ക് ക്ലാസ് എടുക്കും. ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന രീതിയായിരുന്നു സുബഹി മുതൽ ളുഹ വരെ അദ്ദേഹം സ്വീകരിച്ചത്. ളുഹയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെന്ന അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഭക്ഷണം അതേപോലുള്ള ഒരുക്കങ്ങളൊക്കെ നിർവഹിച്ച് അദ്ദേഹം തന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകും. അവിടെ ചെന്ന് കച്ചവടത്തൊക്കെ നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം ളുഹ്റിക്ക് തിരിച്ചെത്തുകയും ളുഹ്റിന് ശേഷം അദ്ദേഹം അസ്ർ വരെ വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അസ്ർ മുതൽ രാത്രി വരെ അദ്ദേഹം ദീന് പഠിപ്പിക്കാനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഫത്വ കൊടുക്കാനും എല്ലാമായി അദ്ദേഹം വിനിയോഗിക്കുമായിരുന്നു. ഇങ്ങനെ ദിവസം മുഴുവനും ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു ജീവിത രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നർത്ഥം. അന്ന് അവിടെ ഇമാം അബൂ ഹനീഫയുടെ ദർസുകളിൽ പ്രധാനമായും 3 രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് അഖീദയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, മറ്റൊന്ന് പരസ്പരം ഈ ഓർമ്മപ്പെടുത്തുന്ന തർബിയ, തസ്കിയ തുടങ്ങിയ മേഖലയുള്ളത്, മൂന്നാമത് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട മേഖലകൾ. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ ഫിഖ്ഹിന്റെ ഹലക്കളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുകയും അതിൽ അദ്ദേഹം വലിയ പ്രാവീണ്യം നേടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പഠിച്ചു വന്നപ്പോൾ എല്ലാ വിജ്ഞാന ശാഖകളെയും പറ്റി ഞാനൊന്ന് ആലോചിച്ചു. ഓരോന്നിലും പോയാൽ എന്താണ് ആവുക, എവിടേക്കാണ് എത്തുക, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം, എനിക്കുള്ള ലാഭം എന്താണ്, ഉമ്മത്തിന് കിട്ടുന്ന ലാഭം എന്താണ്, ഇതെല്ലാം ഞാനിങ്ങനെ ഓരോന്നിലും ഞാൻ പരിശ്രമിച്ചു നോക്കി. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കൂടുതൽ ഖൈറ് ഫിഖ്ഹിൽ ഇടപെടുന്നതാണ് എന്ന് എനിക്ക് ബോധ്യമായി. ഹദീസിൽ ഇടപെട്ടാൽ ഹദീസ് ശേഖരിക്കലായിരിക്കും എൻ്റെ പണി. അപ്പൊ അതിൽ ഒരു പക്ഷേ വലിയ വലിയ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്നല്ലാതെ അല്ലാത്തവർക്ക് പക്ഷെ ഉപകാരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഓരോ വിജ്ഞാന ശാഖയും ഞാൻ നോക്കി. നഹ്വ് ഞാൻ പ്രത്യേകം നോക്കി. നഹ്വ് പഠിച്ചാൽ എനിക്ക് തോന്നി എനിക്ക് പിന്നെ ജീവിതത്തിൽ മുഴുവൻ ആ നഹ്വ് പഠിപ്പിക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ കാര്യമില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഫിഖ്ഹ് പഠിക്കാം. ഫിഖ്ഹിൽ എനിക്ക് വലിയ പ്രാവീണ്യമായി കഴിഞ്ഞാൽ വലിയ ഫുഖഹാക്കളുമായി ബന്ധമുണ്ടാകും, അവരുമായുള്ള മുഷാവറകളിൽ എനിക്ക് പങ്കെടുക്കാം, എൻ്റെ ഇബാദത്തിൽ അബദ്ധങ്ങൾ വരാതെ എനിക്ക് സൂക്ഷിക്കാം, എന്നേക്കുമുള്ള ആളുകൾക്ക് അവിടെ ദീനിന്റെ വഴിയിൽ ധാരാളമായ മാർഗദർശനം നൽകാൻ അതുവഴി എനിക്ക് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഫിഖ്ഹിന്റെ മേഖലയാണ് കുറച്ചുകൂടി നല്ലത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ മേഖല ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ നിലക്ക് ഫിഖ്ഹ് തിരഞ്ഞെടുക്കുകയും ഫിഖ്ഹിൽ വലിയ പ്രാവീണ്യം നേടുകയും കർമ്മശാസ്ത്രത്തിൽ ഒരു പുതിയ വഴി തന്നെ അദ്ദേഹം വെട്ടിത്തെളിക്കുകയും ചെയ്തുവെന്നാണ്. അതിന്റെ ഉസൂലുകളിൽ, നിദാന ശാസ്ത്രങ്ങളിൽ എല്ലാം അന്നില്ലാത്ത രൂപത്തിൽ ഒരു പുതിയ വഴി കർമ്മശാസ്ത്ര മേഖലയിൽ അദ്ദേഹം വെട്ടിയുണ്ടാക്കി. ശേഷം വരുന്നവർക്കെല്ലാം ആ വഴിയിൽ സഞ്ചരിക്കാവുന്ന ഒരു നല്ല ഒരു മാർഗം തന്നെ കർമ്മശാസ്ത്ര മേഖലകളിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഉണ്ടാക്കി തീർത്തു. ആ വഴിയിലാണ് പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇമാം മാലിക്കും ഇമാം ഷാഫിഈയും ഇമാം അഹ്മദും ഇമാം ഔസാഇയും ഇമാം ലൈസും അടക്കം ആ രംഗത്ത് പിന്നെ ആരൊക്കെ വന്നുവോ അവരെല്ലാം ഇതിന്റെ ഈ ഒരു വഴിയുടെ
പിന്തുടർച്ചക്കാരായിക്കൊണ്ടാണ് വന്നത്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തി എഡിറ്റ് ചെയ്ത് അതിൽ വേണ്ട കൂട്ടിച്ചേർക്കൽ നടത്തി അതിൽ അബദ്ധമുണ്ടെങ്കിൽ അത് തിരുത്തി അങ്ങനെയൊക്കെയാണ് പിന്നീട് വന്ന ഫുഖഹാക്കളെല്ലാം ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പം അവർക്കെല്ലാം വഴി വെട്ടിത്തെളിച്ചു കൊടുത്ത കർമ്മശാസ്ത്രത്തിൽ ഒരു പുതിയ മാർഗം ഉണ്ടാക്കി കൊടുത്ത ആള് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയായിരുന്നു എന്നർത്ഥം. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഏറെ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അന്നത്തെ ഭരണകർത്താക്കളുടെ ചില തെറ്റായ നയനിലപാടുകളോട് അദ്ദേഹം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം അന്ന് ശക്തമായി പീഡിപ്പിക്കപ്പെട്ടു. പല തവണ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നു. ചാട്ടവാറ കൊണ്ട് ശക്തമായ അടിക്കദ്ദേഹം വിധേയമായി അടിച്ചടിച്ച് അദ്ദേഹം മരിച്ചുവെന്ന് വിചാരിക്കുന്ന തരത്തിൽ വരെ അദ്ദേഹത്തെ ജയിലിലിട്ട് പീഡിപ്പിച്ച അനുഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. പലതും അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങൾ ഓഫർ ചെയ്യപ്പെട്ടപ്പോൾ സ്വീകരിക്കാത്തത് ഉണ്ടായിരുന്നു. കാലിൽ ഖുദാത്ത്, അവിടുത്തെ കാലിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കാലി, ഗ്രാൻഡ് കാലിയായി, രാജ്യത്തിലെ ഔദ്യോഗിക കാലിയായി, ഗ്രാൻഡ് മുഫ്തിയായി ഒക്കെ അദ്ദേഹത്തെ അവരോധിക്കാൻ ഭരണകർത്താക്കൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തില്ല. അതിൻ്റെ പേരിലായിരുന്നു പലപ്പോഴും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന് അറിയാം, അത് ഏറ്റെടുത്താൽ അവർക്കിഷ്ടമുള്ള പലതിനും കൂടെ നിൽക്കേണ്ടി വരും, അവർ വിചാരിക്കുന്ന പലതിനും ഒപ്പുവെച്ച് കൊടുക്കേണ്ടി വരും. മാത്രവുമല്ല ധാരാളമായ ഉള്ളിലെ ഉമ്മത്തിനുള്ളിലുള്ള ധാരാളം പ്രശ്നങ്ങൾ, രാഷ്ട്രീയ കലാപങ്ങൾ എല്ലാം ഉള്ള അമവി ഖിലാഫത്തിന്റെ അവസാനത്തിലും അബ്ബാസി ഖിലാഫത്തിന്റെ ആദ്യകാലത്തുമാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അന്യായമായി കൊല്ലപ്പെടുന്നു. പലർക്കുമെതിരെ കോടതികൾ വധശിക്ഷ നടപ്പാക്കുന്നു. അത് പലതും അന്യായമായിരുന്നുവെന്ന് അബൂ ഹനീഫയ്ക്ക് അറിയാം. അവിടെയൊക്കെ ഒരു മേലൊപ്പ് വെച്ചു കൊടുത്ത് അതിനെല്ലാം അംഗീകാരം കൊടുക്കേണ്ട സ്ഥാനമാണ് അന്ന് ഖാദി ഖുദാത്ത് എന്നത്. അപ്പൊ അബൂ ഹനീഫയുടെ ഒരു മേലൊപ്പുണ്ടായി കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടുമെന്ന് ഭരണാധികാരിക്കും അറിയാം. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ ഖാദി ഖുദാത്തായി, രാജ്യത്തെ ഏറ്റവും വലിയ ജഡ്ജിയായി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ പോലുള്ള ഒരു സ്ഥാനം ഓഫർ ചെയ്യപ്പെട്ടപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇല്ല, എനിക്കത് ഏൽക്കാൻ കഴിയില്ല. വലിയ വലിയ ഓഫറുകൾ നൽകി അദ്ദേഹം ഇല്ല, അത് ഏറ്റെടുക്കയില്ല. അവസാനം അതിൻ്റെ പേരിൽ വരെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെട്ടു. ശക്തമായി അടിച്ച് അദ്ദേഹം ബോധരഹിതരായി വീണ് അവസാനം അടിക്കുന്ന ആള് അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ട് ഭരണാധികാരിയോട് പറഞ്ഞു അബൂ ഹനീഫ മരിച്ചിരിക്കുന്നു എന്ന് വരെ പോയി പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീടും അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തെ അവസരം കൊടുക്കുകയും ഒന്നുകൂടെ ചിന്തിക്കുവാനും മാറ്റിപ്പറയുവാനും അവസരം കൊടുത്തപ്പോഴും അദ്ദേഹം മാറാതെ ക്ഷണിച്ചു നിൽക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാം. രണ്ട് ഘട്ടത്തിൽ ജീവിതത്തിൽ ഏറ്റവും അധികം അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് പീഡിപ്പിക്കപ്പെട്ടത് രണ്ട് ഘട്ടത്തിലാണ്. ഒന്ന് അമവി ഖിലാഫത്തിലും മറ്റൊരു അബ്ബാസി ഖിലാഫത്തിലുമാണ് അദ്ദേഹം അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം അമവി ഖിലാഫത്തിൽ ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം ജയിലിൽ കിടന്ന് അവിടുന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം പിന്നെ മക്കയിലേക്ക് പോവുകയും കുറച്ചു കാലം മക്കയിൽ അദ്ദേഹം കഴിച്ചു കൂട്ടുകയും ചെയ്തു. മക്കയിൽ അന്നത്തെ ഹറമിൽ ഉള്ള പണ്ഡിതന്മാരുമായി ഇടപഴകി. അവിടെ സ്വഹാബത്തിന്റെ ശിഷ്യന്മാർ അവിടെയുണ്ട്. വിശിഷ്യ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, ഇമാം മുജാഹിദിനെ പോലെയുള്ള, ഇമാം ഖതാദയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം അവിടെയുണ്ട്. ഇബ്നു അബ്ബാസ് മക്കയിലാണല്ലോ ജീവിച്ചത്. ആ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരാണ് അവിടെ കാര്യമായി ദീൻ കൈകാര്യം ചെയ്ത മഹാപണ്ഡിതന്മാർ. അവരുമായി ഇടപഴകി, അവരോടൊപ്പം ജീവിച്ച് അവരിൽ നിന്നെല്ലാം ഇൽമ പഠിച്ചു. തൻ്റെ ഇൽമ അവരുമായി ചർച്ച ചെയ്യും, അവരെ മക്കളോട് ഇങ്ങോട്ടും സ്വീകരിക്കും. അങ്ങനെ അവർക്കിടയിൽ കുറച്ചു കാലം അദ്ദേഹം ഹറമിൽ കൂടുകയും പിന്നീട് കൂഫയിൽ ഭരണമൊക്കെ മാറി അബ്ബാസി ഖിലാഫത്ത് വന്നു, അമവി ഖിലാഫത്ത് അവസാനിച്ചു എന്നൊക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹം ഖലീഫ മൻസൂറിന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം പിന്നീട് തിരിച്ച് കൂഫയിലേക്ക് പോവുകയും അവിടെ കുറച്ചു കാലം ഒരു നല്ല ആദരിക്കപ്പെട്ട അവസ്ഥ അദ്ദേഹം കഴിച്ചു കൂട്ടാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ പിന്നീടും ഈ പറഞ്ഞ പോലെ ഖലീഫയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാൻ തയ്യാറായില്ല എന്ന കാരണത്താൽ അവിടെയും അദ്ദേഹത്തിന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ജയിലിൽ വെച്ചാണ് മരിച്ചത് എന്നുവരെ റിപ്പോർട്ടുകളുണ്ട്. രണ്ട് റിപ്പോർട്ടുകൾ കാണാം. ഒന്ന്, അദ്ദേഹം ജയിലിൽ വെച്ചാണ് മരിച്ചത്. ജയിലിൽ കിടക്കുകയും അദ്ദേഹം ജയിലിൽ കിടന്ന് ധാരാളമായി നിസ്കരിക്കുകയും സുജൂദിൽ കിടന്നുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് വഫാത്തായത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 150 അദ്ദേഹം റജബ് മാസത്തിൽ ആ ജയിലിൽ കിടന്നുകൊണ്ട് സുജൂദ് ചെയ്ത് ആ സുജൂദിൽ കിടന്നുകൊണ്ടാണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് വഫാത്തായത് എന്നൊരു അഭിപ്രായം. അതല്ല, അവസാന ഘട്ടങ്ങളിൽ അവസാന ദിവസങ്ങൾ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് അവസാനമായപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ആ വീട്ടിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തത് എന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാണാൻ കഴിയുന്നു. ഏതാണെങ്കിലും ഇബാദത്തിൽ മുഴുകി പടച്ച റബ്ബിലേക്കുള്ള സാമീപ്യം വർദ്ധിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടുള്ള ആ ഘട്ടത്തിലാണ്
അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ വഫാത്തായത് എന്നർത്ഥം. പറയാം, അദ്ദേഹം ഗ്രന്ഥങ്ങളായി അധികമൊന്നും എഴുതിയിട്ടില്ല. ഒന്ന്, അബൂ ഹനീഫ ഇമാമിന്റെ കാലഘട്ടത്തിൽ ഗ്രന്ഥരചന എന്നത് അത്ര വ്യാപകമായിട്ടില്ല. അന്ന് അധികം ഈ ശഫവിയായി വാചികമായി പഠിപ്പിക്കലാണ് അന്നുള്ളത്. അവർ ദർസ് നടത്തുന്നു, ശിഷ്യന്മാർ അത് പഠിക്കുന്നു, ധാരാളം ആളുകൾ ദർസിൽ വന്ന് പങ്കുചേരുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതാണ് അന്നത്തെ ശൈലി. അന്ന് ഗ്രന്ഥരചനയുണ്ട്, പക്ഷെ അത്ര വ്യാപകമായി വന്നിട്ടില്ല. പലതും ക്ലാസ് എടുക്കുമ്പോൾ ശിഷ്യന്മാർ രേഖപ്പെടുത്തി വെക്കും. അതാണ് പിന്നെ അവിടെ കിതാബായി പലതും വന്നത്. അന്നത്തെ പണ്ഡിതന്മാർ നിൽക്കുന്നേരെ കിതാബ് എഴുതൽ കുറവാണ്. ഒന്നുകിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ് ശിഷ്യന്മാരങ്ങനെ രേഖപ്പെടുത്തി പോകുന്നു. ഇതൊക്കെ അന്നത്തെ ശൈലികൾ. അതുകൊണ്ട് വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ രചിച്ചിട്ടില്ല. അദ്ദേഹം അഖീദയിൽ എഴുതിയ കിതാബാണ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ചെറിയൊരു ഗ്രന്ഥമാണ്, പക്ഷേ അഖീദയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും അന്നുള്ള ഖദരികൾക്കും മുഅ്തസിലികൾക്കും എല്ലാം മറുപടി പറഞ്ഞുകൊണ്ടും അദ്ദേഹം എഴുതിയ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അതേപോലെ വ്യത്യസ്തമായ മേഖലയിൽ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പിൽക്കാലക്കാർക്കുണ്ടായതുപോലെ ബൃഹത്തായ വലിയ വാള്യങ്ങളുള്ള ആയിരക്കണക്കായ ഹദീസുകളുള്ള അത്തരം ശേഖരങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. കർമ്മശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ സേവന മേഖല. അതുകൊണ്ട് തന്നെ അധികവും ചോദ്യങ്ങൾ വരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, ഫത്വകളായി നൽകുന്നു. ഇതാണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ കൂടുതൽ ഊന്നിയ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രമാണ് പിന്നീട് ഹനഫി ഫിഖ് എന്ന പേരിൽ പ്രചരിക്കപ്പെട്ടത്. അദ്ദേഹം ഉണ്ടാക്കിയ ചില നിദാന ശാസ്ത്രങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്നൊക്കെ എങ്ങനെ കർമ്മശാസ്ത്ര മസലകൾക്ക് വിധി കണ്ടെത്താം എന്നതിനുള്ള അദ്ദേഹം ആവിഷ്കരിച്ചുണ്ടാക്കിയ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതാണ് ഹനഫി ഫിഖ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് നിദാനശാസ്ത്രം, കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം എന്ന പേരിൽ അതൊരു പ്രത്യേക ഗ്രന്ഥമായി അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ ക്രോഡീകരിച്ചിട്ടില്ല. അത് ഇമാം ഷാഫിയാണ് പിന്നീട് കിതാബ് എഴുതുന്നത്. ഉസൂൽ ഫിഖ്ഹിൽ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രത്തിൽ ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ കിതാബ് എഴുതിയ ആള് ഇമാം ഷാഫിയാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഉസൂൽ ഫിഖ് പ്രകാരം തന്നെയാണ് ഫിഖ് ഇവിടെ പഠിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ഉസൂൽ ഫിഖ് എന്ന പേരിൽ പ്രത്യേക കിതാബ് എഴുതുകയോ ആ നിയമങ്ങൾ ക്രോഡീകരിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബിന്റെ പ്രത്യേകത, അതിൽ ആദ്യമുണ്ടായത് മസ്അലകളാണ്, നിയമങ്ങൾ. പിന്നെ ആ മസ്അലകളിൽ നിന്ന് മനസ്സിലാക്കി പിൽക്കാലത്ത് വന്നവർ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ മറ്റു മദ്ഹബിലൊക്കെ നിദാനശാസ്ത്രം രേഖപ്പെടുത്തപ്പെട്ടു. ആ നിദാനശാസ്ത്രം അടിസ്ഥാനമാക്കി മസ്അലകളെ മനസ്സിലാക്കിയാണ് ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും അതേപോലെ ഹംബലി മദ്ഹബിലും എല്ലാം ഉള്ളത്. ഉസൂലിൽ നിന്ന് ഫുറൂഉകൾ, അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ശാഖപരമായ വിഷയങ്ങൾക്കുള്ള തെളിവുകൾ കണ്ടെത്തുകയാണ് മറ്റു മദ്ഹബുകാർ ചെയ്തത്. ഹനഫി മദ്ഹബിൽ തിരിച്ചാണ്, മസ്അലകളാണ് എല്ലാം പറയപ്പെട്ടു പോയത്. വന്ന ചോദ്യങ്ങൾക്കെല്ലാം കൊടുത്ത മറുപടികൾ അദ്ദേഹം പറഞ്ഞ ഹനഫി മദ്ഹബും മറ്റു മദ്ഹബും തമ്മിൽ വ്യത്യാസപ്പെടുന്ന പ്രധാനപ്പെട്ട ഏരിയ, മറ്റു മദ്ഹബുകളിൽ ഉസൂലുകളും ഫുറൂഉകളും ഒന്നിച്ചുണ്ടായി. ആദ്യകാലത്ത് തന്നെ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു. അന്ന് തന്നെ അവർ ഫത്വയും നൽകി. ഇത് രണ്ടും ഒരേ സമയം വളർന്നു വന്നു. അതാണ് മറ്റു മദ്ഹബുകളുടെ സവിശേഷത. ഹനഫി മദ്ഹബിൽ കർമ്മശാസ്ത്രം നിദാനശാസ്ത്രം എന്നത് ആദ്യകാലത്ത് ക്രോഡീകരിക്കപ്പെട്ടില്ല, അതിന് പ്രത്യേകമായ ഗ്രന്ഥം എഴുതപ്പെട്ടില്ല. എന്നാൽ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസ്ലുകളിൽ നിന്നുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഫത്വ നൽകിയത്. പിന്നീട് വന്നവർ അബൂ ഹനീഫ ഇമാമിന്റെ ഫത്വകൾ അത് ക്രോഡീകരിക്കുകയും ആ ഫത്വകളിൽ നിന്ന് അസ്ലുകളെ കണ്ടെത്തുകയും ചെയ്തു. തഖ്രീജുൽ ഫുറൂഇ അലൽ ഉസൂൽ എന്നും തഖ്രീജുൽ ഉസൂലി അലൽ ഫുറൂഇ എന്നും രണ്ട് രീതി കർമ്മശാസ്ത്രത്തിലുണ്ട്. ഒന്ന് അസ്ലിൽ നിന്ന് ഫർഅകളെ കണ്ടെത്തുക, മറ്റൊന്ന് ഫർഇൽ നിന്ന് അസ്ലുകളെ കണ്ടെത്തുക. ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബൊക്കെ അസ്ലിൽ നിന്ന് ഫർഅ കണ്ടെത്തലാണ്. ഹംബലി മദ്ഹബ്, ഹനഫി മദ്ഹബ് ഫർഇൽ നിന്ന് അസ്ലുകളെ കണ്ടെത്തലാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനികളായ രണ്ടുപേർ, ഒന്ന് ഖാദി അബു യൂസുഫ്, മറ്റൊന്ന് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി. ഈ രണ്ട് പണ്ഡിതന്മാരാണ് അബൂ ഹനീഫ ഇമാമിന്റെ അറിവുകളെ പിന്നീട് ലോകത്തേക്ക് കൈമാറി കൊടുത്തവർ. അദ്ദേഹത്തിന്റെ മകൻ ഹമ്മാദും ആ വഴിയിൽ പ്രധാനിയാണ്. അബൂ ഹനീഫയുടെ മകൻ ഹമ്മാദ് ബിൻ അബി ഹനീഫ, സ്വന്തം ഉസ്താദിന്റെ പേര് മകൻ അദ്ദേഹം നൽകി. അതാണ് ഹമ്മാദ് ബിൻ അബി ഹനീഫ. ആ ഹമ്മാദും വാപ്പയിൽ നിന്ന് ഈ അറിവുകളെ റിവായത്ത് ചെയ്ത ആളാണ്. അദ്ദേഹം ആളുകൾക്ക് കൈമാറിക്കൊടുത്ത പണ്ഡിതന്മാരിൽ പ്രധാനിയാണ്. ഈ ഖാദി അബു യൂസുഫിലൂടെ, അതേപോലെ
അസ്ലു ഷൈബാനിലൂടെ ആണ് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബും അബൂ ഹനീഫ ഇമാമിന്റെ അറിവുകളും പിന്നീട് വന്ന തലമുറകൾക്ക് കൈമാറി കിട്ടിയത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് അവർ ഹനഫി മദ്ഹബിൽ ഇമാമുമാർ എന്നറിയപ്പെടുന്നു. ഇമാം അബൂ ഹനീഫയുടെ കൂടെ തന്നെ ഇമാമുമാരായി ഇവർ രണ്ടുപേരും ഗണിക്കപ്പെടുന്നു. ഇമാമുൽ അഅ്ളം എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയാണ്. മറ്റു രണ്ടുപേരും ഇമാമുമാരായി ഗണിക്കപ്പെടുന്നവർ തന്നെയാണ് ഹനഫി മദ്ഹബിൽ. അവരാണ് പിന്നീട് ഹനഫി മദ്ഹബിന് ഒരു ഉടുമ്പാവും നൽകി അതിനെ ആ രൂപത്തിൽ ഒരു സമ്പൂർണമായ മദ്ഹബാക്കി അതിന് വേണ്ട ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി അതിനെ ഉമ്മത്തിന് കൈമാറിക്കൊടുത്തവർ ഖാദി അബൂ യൂസുഫും അതുപോലെ മുഹമ്മദ് ഹസൻ ഷൈബാനി റഹിമഹുള്ളയുമാകുന്നു. ഇനി മറ്റൊരു കാര്യം, അബൂ ഹനീഫ ഇമാം റഹിമഹുള്ള മറ്റ് ഇമാമാരെ പോലെ തന്നെ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സ്വീകരിക്കുന്ന വിഷയത്തിൽ വലിയ കണിശത പാലിക്കുന്ന ആളായിരുന്നു. അന്ധമായ അനുകരണം തഖ്ലീദിനെ എതിർത്തവരിൽ മുൻപന്തിയിലാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുള്ളത്. എത്രത്തോളം വെച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, ഹറാമുൻ അലാ മൻ ലം യരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. എന്റെ കലാമെടുത്ത് ഫത്വ നൽകണമെങ്കിൽ ഞാനത് പറയാൻ എന്താ തെളിവ് എന്ന് അറിയാത്ത ഒരാൾക്ക് പാടില്ല എന്നാണ്. അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയത്തിൽ ഫത്വ കൊടുക്കണമെങ്കിൽ, അബൂ ഹനീഫ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അബൂ ഹനീഫക്ക് അത് പറയാൻ തെളിവെന്താണ് എന്ന് കൂടി അയാൾ അറിയണം. അത് അറിയാത്ത ഒരാളാണെങ്കിൽ എന്റെ കലാമെടുത്ത് ഫത്വ നൽകൽ ഹറാമാണ് എന്ന് പഠിപ്പിച്ചതാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള. അത്രയേറെ സൂക്ഷ്മത ആ രംഗത്ത് അദ്ദേഹം പാലിച്ചിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ലാ തുഖല്ലിദിനി വലാ തുഖല്ലിദ് മാലികൻ വലൽ ഔസാഇ വല സൗരിയ. നീ എന്നെ അന്ധമായി അനുകരിക്കരുത്. എന്നെ മാത്രമല്ല മാലിക്കിനെയോ ഔസാഇയെയോ സൗരിയെയോ റഹിമഹുമുള്ള അവരെയൊന്നും നീ അന്ധമായി അനുകരിക്കാൻ പാടില്ല. വഖുദ് മിൻ ഹൈസു അഖദു. അവരൊക്കെ എവിടുന്നാണോ സ്വീകരിച്ചത് അവിടുന്നാണ് നീയും സ്വീകരിക്കേണ്ടത്. അഥവാ മിന കിതാബി വസുന്ന, ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല നൽകുന്ന ഫത്വകളെല്ലാം ഖാദി അബൂ യൂസുഫ് രേഖപ്പെടുത്താറുണ്ട്. എഴുതി വെക്കുമ്പോൾ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ല പറയുമായിരുന്നു, വൈലക്, നിനക്ക് നാശം, ലാ തക്തുബ് അന്നി കുല്ലമാ തസ്മഅ ഔ കുല്ലമാ അഖുൽ. ഞാൻ പറയുന്ന എല്ലാം നീ എഴുതി വെക്കരുത്. കാരണം ഞാനൊരു മനുഷ്യനാണ്. ഇന്നൊരു അഭിപ്രായം പറയും, നാളൊരു പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വരും. നാളൊരു അഭിപ്രായം പറയും, പിന്നെ അതൊരു പക്ഷേ മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ എഴുതി വെക്കരുത് എന്ന് അദ്ദേഹം ശിഷ്യനോട് പ്രത്യേകമായി നിർദ്ദേശമായി നൽകിയത് പോലും കാണാൻ കഴിയും. അത്രയേറെ സൂക്ഷ്മത അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും സ്വഹീഹ ഹദീസുകളും ഇജ്മാഉം ഖിയാസും ഈ 4 പ്രമാണങ്ങളാണ് ഹനഫി മദ്ഹബിലെയും പ്രമാണങ്ങൾ. കിതാബും സുന്നത്തും അടിസ്ഥാന പ്രമാണമായും ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണമായും അതിനെ കൂടെ ഇസ്തിഹ്സാൻ, ഉർഫ്, ആദത്ത് എന്നിവ കൂടി മറ്റു തെളിവുകൾ ഇല്ലാത്തടത്ത് അദ്ദേഹം ഒരു അനുബന്ധ തെളിവായി സ്വീകരിക്കാറുണ്ട്. ഉർഫ് ഒരു നാട്ടിലെ ആചാരം, സമ്പ്രദായം, അത് പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ, ഇജ്മാഅ് കൊണ്ടോ ഖിയാസ് കൊണ്ടോ പറയാൻ കഴിയില്ല എങ്കിൽ, ഒരു വിഷയത്തിൽ മറ്റ് തെളിവുകളൊന്നും പറയാനില്ല എങ്കിൽ അവിടെ ഒരു അനുബന്ധ അവലംബമായി അദ്ദേഹം ഉർഫിനെ പലപ്പോഴും തെളിവായി സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇസ്തിഹ്സാനെ തെളിവായി സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഈ 6മാണ് ഹനഫി മദ്ഹബിലെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. ദഈഫായ ഹദീസ് വിഷയത്തിലുണ്ട്, ഖിയാസുമുണ്ട് എങ്കിൽ അദ്ദേഹം ദഈഫ് ഹദീസാണ് സ്വീകരിക്കാറുള്ളത്. ഖിയാസിനേക്കാൾ മുന്തിച്ചത് ദഈഫ് ഹദീസിനെയായിരുന്നു. മറ്റു മദ്ഹബിലെ പലപ്പോഴും ദഈഫ് ഹദീസ് സ്വീകരിക്കാതെ ഖിയാസിനെ മുന്തിക്കും. ഹനഫി മദ്ഹബിൽ ഖിയാസിനേക്കാൾ മുന്തിക്കുക ദഈഫായ ഹദീസുകൾ. അതും ഇല്ലെങ്കിലാണ് ഖിയാസിലേക്ക് പോവുക. വിശുദ്ധ ഖുർആനില്ല, സ്വഹീഹ് ഹദീസില്ല, ദഈഫ് ഹദീസുമില്ല എങ്കിൽ പിന്നെ ഇജ്മാഉമില്ല എങ്കിൽ ഖിയാസ് അദ്ദേഹം തെളിവായി സ്വീകരിക്കാറുണ്ട്. ദഈഫ് ഹദീസെങ്കിലും ഒരു വിഷയത്തിൽ വന്നാൽ അതിൽ അദ്ദേഹം നിൽക്കുകയും പിന്നെ ഖിയാസിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. അത് അബൂ ഹനീഫ ഇമാമിന്റെ ഒരു ശൈലിയായിരുന്നു. അതേപോലെ അവിടെയുള്ള ആളുകളുടെ ആദത്ത്, സമ്പ്രദായങ്ങൾക്ക്, അവരൊക്കെ സ്വഹാബിമാരെ കണ്ട് വളർന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് അവരുടെ സമ്പ്രദായങ്ങൾക്ക് അദ്ദേഹം ഒരു വലിയ പ്രാമുഖ്യം നൽകിയിരുന്നു. കാരണം അവരൊക്കെ സ്വഹാബിമാരെ കണ്ട് സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച് സ്വഹാബത്തിന്റെ മതം പഠിച്ച ആളുകളാണ് ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും. ഭൂരിപക്ഷം താബിഈങ്ങളാണ്. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തുവെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഒരു അടിസ്ഥാനം ഉണ്ടാകും എന്ന ഒരു നിലപാട് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് സ്വീകരിക്കലുണ്ട്. മറ്റു പല തെളിവുകളും ഇല്ലാത്തിടത്ത് അതൊരു അനുബന്ധ ഒരു തെളിവ് അല്ലെങ്കിലും ഒരു അനുബന്ധമായി ഉപയോഗപരമായ ഒന്നായി അദ്ദേഹം പലപ്പോഴും അതിനെ സ്വീകരിക്കാറുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ
കാണാൻ സാധിക്കും. ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് അത് പഠിച്ച് പിന്നീട് അത് പ്രചരിപ്പിച്ചവർ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ശിഷ്യന്മാർ വഴിയാണ് അത് പ്രചരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 4 ഫിഖ്ഹി മദ്ഹബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ മദ്ഹബ് കാലം കൊണ്ട് ഹനഫി മദ്ഹബാണ്. അതിൻ്റെ കേന്ദ്രമെന്നത് കൂഫയാണ്. അതുകൊണ്ട് തന്നെ കൂഫയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും തന്നെയാണ് ഹനഫി മദ്ഹബ് ഏറ്റവും അധികം പ്രചരിച്ച പ്രദേശങ്ങൾ. അതോടൊപ്പം ഈജിപ്ത്, സിറിയ, റോം, ഇറാഖിൻ്റെ മറ്റു പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഹനഫി മദ്ഹബ് കുറച്ചധികം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മദ്ഹബാണ്. ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ, ചൈനയുടെ ചില പ്രദേശങ്ങൾ ഒക്കെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന രീതികൾ പഴയ കാലത്ത് തന്നെയുണ്ട്. ഇന്നും അത് ആ നിലയ്ക്ക് ചില പ്രദേശങ്ങൾ, ഉത്തരേന്ത്യ പോലുള്ള പ്രദേശത്തൊക്കെ ഹനഫി മദ്ഹബാണ് പൊതുവെ അവർ സ്വീകരിക്കാറുള്ളത്. ഇതാണ് പൊതുവായി അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മദ്ഹബിനെ കുറിച്ചുമെല്ലാം പറയാനുള്ളത്. അഖീദയിൽ അദ്ദേഹം അഹ്ലുസുന്നയുടെ അഖീദയാണ് സ്വീകരിച്ചു പോകുന്നത്. റബ്ബിൻ്റെ സിഫാത്തുകളിൽ, അസ്മാകളിൽ, അതേപോലെ ഖദർ വിഷയത്തിൽ തുടങ്ങിയ മറ്റു വിശ്വാസ മേഖലകൾ, വിശേഷിച്ച അന്ന് വിവാദമുള്ള ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ എന്ന വിവാദം, അതേപോലെ വൻപാപം ചെയ്താൽ ഇസ്ലാമിന് പുറത്തു പോകുകയില്ലേ എന്ന വിവാദം, ഇത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹം അഹ്ലുസുന്നയുടെ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത്. അല്ലാതെ തെറ്റായ അന്നത്തെ പഴയ സംഘങ്ങളുടെ ഒരു വിശ്വാസ മേഖലയും അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇമാമുമാരിൽ എണ്ണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇമാമാണ് ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി റഹിമഹുല്ലാഹ്. ഹിജ്റ 150 അദ്ദേഹം വഫാത്തായത്. ജനിച്ചത് ഹിജ്റ 80, മരിച്ചത് 150, 70-ാമത്തെ വയസ്സിൽ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ജനിച്ച അതേ വർഷം 150 ഇമാം ഷാഫി ജനിച്ചത് എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇമാം ഷാഫി ജനിച്ച അന്നാണ് ഇമാം അബൂ ഹനീഫ മരിച്ചത് എന്നാണ്. അബൂ ഹനീഫ മരിച്ച അതേ ദിവസത്തിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ജനിച്ചത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ആലങ്കാരികമായി പറയാറുണ്ട്, ഒരു നക്ഷത്രം അസ്തമിച്ചപ്പോൾ മറ്റൊരു നക്ഷത്രം ഉദിച്ചു എന്ന് പറയാറുണ്ട്. അബൂ ഹനീഫ ഇമാം എന്ന നക്ഷത്രം അസ്തമിക്കുന്നു, അതേ ദിവസം തന്നെ ഇമാം ഷാഫിഈ എന്ന ഒരു നക്ഷത്രം അപ്പുറത്ത് വസയിൽ അദ്ദേഹം ജനിക്കുന്നു. കൂഫയിലാണ് അബൂ ഹനീഫ മരിച്ചത്, ബഗ്ദാദിലാണ്. ഇമാം ഷാഫി ജനിച്ചത് വസയിലുമാണ് എന്ന് മാത്രം. പക്ഷേ ഒരേ ദിവസമാണ് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഏതാണെങ്കിലും 150 അബൂ ഹനീഫയുടെ മരണം, അതേ 150 ഇമാം ഷാഫിയുടെ ജനനം എന്ന് കൂടി നമ്മളതിനെ കൂടെ മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അഅലം. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ 1-2 ചോദ്യം ചോദിക്കാം. മദ്ഹബുകൾ ഉണ്ടായി വന്നത് അതൊരു വിശാലമായ ലോകമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് കർമ്മശാസ്ത്ര മസ്അലകൾക്ക് തെളിവ് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് മദ്ഹബിന്റെ ബേസ്. മദ്ഹബുകൾ നമ്മൾ ആക്ഷേപിക്കേണ്ടതല്ല. മദ്ഹബുകൾ അന്ധമായി അനുകരിക്കലാണ് ആക്ഷേപിക്കൽ. തഖ്ലീദുൽ അഅ്മ, അന്ധമായ അനുകരണം, അതാണ് വിമർശിക്കപ്പെട്ടത്. മദ്ഹബുകളില്ലാതെ കർമ്മശാസ്ത്രം പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഹദീസിൽ നിന്ന്, ഒരു ആയത്തിൽ നിന്ന് എങ്ങനെ വിധി കണ്ടെത്താം, അതിനുള്ള ചില അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ മദ്ഹബുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് ഓരോ മദ്ഹബിന്റെ ഇമാമന്മാർ സ്വീകരിച്ച വ്യത്യസ്തമായ റൂട്ടുകളുണ്ട്, അളവുകോലുകൾ. അതാണ് ഉസൂലുൽ ഫിഖ്, കർമ്മശാസ്ത്ര നിദാനശാസ്ത്രം, അളവുകോലുകൾ. ഇപ്പോൾ സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽസ് പോയാൽ നമ്മൾ വസ്ത്രം വാങ്ങും, ഒരു 2 മീറ്റർ തുണി എന്ന് പറഞ്ഞാൽ നേരെ സ്കെയിലെടുക്കും, ആ സ്കെയിൽ വെച്ചിട്ട് അളക്കും, എന്നിട്ട് നമ്മൾ തരും. ഈ സ്കെയിൽ ഉണ്ടാക്കിയത് ടെക്സ്റ്റൈൽസ് തന്നെയാണോ? അല്ല. അത് അയാൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സ്കെയില് അയാൾ വാങ്ങിയതേ ഉള്ളൂ. ഈ സ്കെയിൽ ശരിയല്ലാന്ന് അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ സ്കെയിൽ വാങ്ങി ആ സ്കെയിൽ വെച്ചിട്ട് അയാൾ അളക്കുന്നു. ഈ സ്കെയിലാണ് ഉസൂലുൽ ഫിഖ്. അപ്പൊ ഫിഖ്ഹിൽ ഏത് മസ്അല വന്നാലും ഈ സ്കെയിൽ വെച്ച് അളന്ന് നോക്കും. ഇതാ അത് ഹറാമാണ്, ഇത് ജായിസാണ്, ഇത് കറാഹത്താണ്, ഇത് ചെയ്യാൻ പറ്റും, അത് പറ്റൂല എന്ന് പറഞ്ഞെടുക്കും. അതിനൊക്കെ അളവുകോൽ എന്താണ്? ഇവരുണ്ടാക്കി വെച്ച ഉസൂലുൽ ഫിഖ് എന്ന നിദാനശാസ്ത്രമാണ്. ആ ഉസൂലുൽ ഫിഖിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്ന സ്കെയില അതിൻ്റെ ആവരണം മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്, അത് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉണ്ടാവാം. ആ മാനദണ്ഡങ്ങൾ വരുന്ന മാറ്റമാണ് ഉസൂലിൽ വരുന്ന മാറ്റങ്ങൾ. അത് വെച്ചുകൊണ്ട് ഒരു ആയത്തിനെ, ഒരു ഹദീസിനൊക്കെ അവർ പഠന വിധേയമാക്കുകയും ആ ഹദീസിൽ നിന്ന് എങ്ങനെ വിധികൾ മനസ്സിലാക്കാം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തർക്കം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞല്ലോ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം ഒഴിവാക്കുവീൻ,
നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകുവീൻ. അപ്പൊ അവിടെ കച്ചവടം ഒഴിവാക്കുവീൻ എന്ന് പറഞ്ഞു. ആ സമയത്തുള്ള കച്ചവടം ചെയ്താൽ എന്താണ് വിധി? ബാങ്ക് കൊടുത്ത ശേഷം ഒരു കച്ചവടം ചെയ്തു എങ്കിൽ വിധി എന്ത്? കച്ചവടം ഒഴിവാക്കാൻ പറഞ്ഞു, അപ്പൊ ഒഴിവാക്കിയില്ല, അപ്പൊ കുറ്റം കിട്ടും, സംശയമില്ല. അപ്പൊ എല്ലാവരും ഇത്തിഫാക്കായി ആ കച്ചവടം ഹറാമാണ്. ബാങ്കിന് ശേഷമുള്ള കച്ചവടം വെള്ളിയാഴ്ച ഹറാമാണ്, കുറ്റം കിട്ടും. പക്ഷെ കച്ചവടം ശരിയാകുമോ ഇല്ലേ? ചെയ്ത പണി ഹറാം, പക്ഷെ കച്ചവടം സ്വഹിയാകുമോ ഇല്ലേ? ഷാഫി മദ്ഹബുകാർക്ക് പറഞ്ഞ കച്ചവടം സ്വഹിയാകും. കച്ചവടം സ്വഹിയാണ്, പക്ഷെ ചെയ്ത പണി ഹറാമായ പണിയാണ്. എന്നാൽ മറ്റൊരു മദ്ഹബുകാരും കച്ചവടം സ്വഹിയാവുകയില്ല, ചെയ്ത പണി ഹറാമുമാണ്. അപ്പൊ കച്ചവടം സ്വഹിയാവൂല എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ആ സമയത്ത് ഒരുത്തം വാങ്ങിയാൽ ആ വാങ്ങിയ വസ്തു അവൻ്റെതാവൂല. ആ സമയത്ത് വിറ്റ് കിട്ടിയ പൈസക്ക് അയാൾക്ക് ഉടമാവകാശം ഉണ്ടാവുകയില്ല. ഇനി അള്ളാഹ് പറഞ്ഞ കച്ചവടം ഒഴിവാക്കാനാണ്. അപ്പൊ കച്ചവടത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാത്ത പറ്റുമോ? ആ സമയത്ത് നിക്കാഹ് പറ്റുമോ? വെള്ളിയാഴ്ച നിക്കാഹ് ഇരിക്കുമ്പോഴാണ് ബാങ്കാണ് കൊടുത്തത്. എന്നാൽ വേഗം നിക്കാഹ് ചെയ്തിട്ട് പള്ളിക്കാണ്ട് പോകാനിട്ട് പെട്ടെന്ന് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ട് പള്ളിക്കാണ്ട് പോയി. ഈ നിക്കാഹ് പറ്റുമോ? കച്ചവടം പറ്റാത്തത് എന്തുകൊണ്ടാണ്? കച്ചവടത്തിൽ വ്യാപൃതമായാൽ ജുമഴയ്ക്ക് വരാൻ കഴിയില്ല. അപ്പൊ അതേപോലെ തന്നെ നിക്കാഹും, അപ്പൊ നിക്കാഹും പറ്റൂല. നിക്കാഹ് പറ്റൂല എന്ന് വന്നാൽ നിക്കാഹ് സ്വഹിയാകുമോ ഇല്ലേ? സ്വഹി അല്ല എന്ന് വന്നാൽ ഈ പെണ്ണ് അയാളുടെ ഭാര്യയല്ല. സ്വഹിയാകുന്നു വന്നാലോ ഓന്റെ ഭാര്യയാണ്, പക്ഷെ ചെയ്ത പണി ഹറാമായ പണിയാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മസലയിലേക്ക് പോകും. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം? ഇതിൽ നിന്ന് ആയത്തിൽ ഇപ്പം എന്തേ ഉള്ളൂ? ബൈ ആണേ ഉള്ളൂ. ഇതിൽ നിന്ന് ഇനി എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാം? അപ്പൊ സമാനമായി വന്ന ആയത്തുകളുണ്ടോ? ഈ വിഷയത്തിൽ വന്ന ഹദീസുകളുണ്ടോ? ഈ വിഷയത്തിൽ സ്വഹാബിമാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? താബീങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഖിയാസിന് വല്ല വകുപ്പുമുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതെല്ലാമുള്ള വിധികൾ പറയുക. ഈ വിധി കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങളാണ് ഉസൂലുൽ ഫിഖ്. അത് ഷാഫി ഇമാമിന് ഒരു സ്കെയിലാണ്, ഹനഫി ഇമാമിന്, അബൂ ഹനീഫ ഇമാമിന് മറ്റൊരു സ്കെയിലാണ്, ഇമാം മാലിക്കിന് വേറൊരു സ്കെയിലാണ്, ഇമാം അഹമ്മദിന് മറ്റൊരു സ്കെയിലാണ്. അതാണ് ഉസൂലുൽ ഫിഖ്കൾ. അത് വെച്ചിട്ട് അളവുകൾ വ്യത്യാസം വരും. ഇപ്പം മീറ്റർ സ്കെയിൽ പിടിച്ചാലും സെന്റിമീറ്റർ സ്കെയിൽ വെച്ചാലും അളവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇഞ്ച് പറഞ്ഞാലും സെന്റി പറഞ്ഞാലും അടിക്കണക്ക് പറഞ്ഞാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ വ്യത്യാസങ്ങൾ ഇതൊക്കെ വരും. അതാണ് കർമ്മശാസ്ത്ര മദ്ഹബുകളായി പിന്നീട് രൂപപ്പെട്ട് വന്നത്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണമായ പിന്നെ ഹറാമായ ഭക്ഷണങ്ങൾ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞാണ്. ഹുരിമത് അലൈക്കും മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീർ എന്ന് പറഞ്ഞ ആയത്ത്. ശേഷം അല്ലാഹു പറഞ്ഞ ഫമനിൽ തുർറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി. ഒരു പ്രയാസഘട്ടത്തിൽ, സന്നിഗ്ധഘട്ടത്തിൽ ഒരാൾക്ക് ഒരു പന്നിമാംസം കഴിക്കേണ്ടി വന്നാൽ, ശവം കഴിക്കേണ്ടി വന്നാൽ അയാൾക്ക് കുറ്റമില്ല. രണ്ട് നിബന്ധന: ഗൈറ ബാഗിൻ വലാ ആദിൻ, അതിൽ വിടാൻ പാടില്ല, മനസ്സുകൊണ്ടത് ആഗ്രഹിക്കാനും പാടില്ല. ഈ രണ്ട് നിബന്ധന പാലിച്ചാൽ അയാൾക്ക് കുറ്റമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസല വരും. ഒരാൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് പൊരിയാണ്. ആ സമയത്ത് മറ്റൊരു കയ്യിൽ ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണം അയാൾ ചോദിച്ചാൽ കൊടുക്കൽ നിർബന്ധമുണ്ടോ ഇല്ലേ? കൊടുത്തില്ലെങ്കിൽ അയാൾ കൊടുത്തില്ല, മറ്റോ മരിച്ചു എങ്കിൽ അയാൾ മരിച്ചതിന് ഇയാൾ കൂടി കാരണക്കാരനായി കണക്കാക്കാൻ പറ്റുമോ ഇല്ലേ? നീ കൊടുക്കാൻ ഇയാൾ തയ്യാറായി, ഇയാൾ വലിയ വില പറഞ്ഞു, ആ പൈസ അയാൾക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലേ? ആ പൈസ കൊടുത്ത് വാങ്ങാൻ അയാൾക്ക് കഴിയും, എന്താ അയാൾ വാങ്ങൽ നിർബന്ധമുണ്ടോ ഇല്ലേ? വലിയ വില പറഞ്ഞു, അടുത്ത പൈസ ഉണ്ട്, അതിന് അത്ര വലിയ വേണ്ട, ഞാൻ മരിച്ചോട്ടായിരുന്നു, ഓ മരിച്ചു എങ്കിൽ ഇവന് കുറ്റം കിട്ടോ ഇല്ലേ? ഇങ്ങനെ തുടങ്ങി 100 കൂട്ടം മസലകൾ അതിന് താഴെ വരും. ഇതൊക്കെ ഫിഖ്ഹിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ എവിടെ തെളിവ് കിട്ടുക? ഒന്ന് ഖുർആനിൽ നിന്ന്, രണ്ട് സുന്നത്തിൽ നിന്ന്. അത് രണ്ടിനും ഇത്ര ഉള്ളിലേക്ക് ഇറങ്ങി കീറിപ്പൊളിച്ച ചർച്ചകൾ ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും അതിൽ പിന്നെ സ്വഹാബിമാരുടെ ഫത്വകൾ, താബീങ്ങളുടെ ഫത്വകൾ, ഖിയാസുകൾ, ഇജ്മാഉകൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതിൽ പിന്നെ ഹുക്മിലേക്ക് എത്തുക. അതിനുള്ള വഴികളാണ് മദ്ഹബുകൾ. അത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട 4 വഴിയാണ് ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി എന്ന് പറയുന്നത്. അല്ലാതെ അവർ പറഞ്ഞൊക്കെ അതേപടി അന്ധമായി വിശ്വസിക്കുക, അന്ധമായി തെളിവായി സ്വീകരിക്കുക എന്നതല്ല. അതാണ് പിന്നുണ്ടായത്. അതാണ് തഖ്ലീദ്. അന്ധമായ അനുകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷാഫി മദ്ഹബാണ്, ഷാഫി ഇമാം പറഞ്ഞാൽ പിന്നെ വർത്താനല്ല, അത് പറ്റില്ല. നേരെ മറിച്ച് ആര് പറഞ്ഞതാണോ കൂടുതൽ ശരിയോട് യോജിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അത് പ്രമാണമാണ് സ്വീകരിക്കേണ്ടത്, ഒരാളുടെയും വാക്കിൽ. ഇതാണ് നമ്മുടെ നിലപാടും ഇവിടുത്തെ മുഖ്യങ്ങളുടെ നിലപാടും തമ്മിലുള്ള വ്യത്യാസം. വല്ലാഹു അഅലം. പ്രമാണമാണ്.
ഒക്കെ അൽഹംദുലില്ലാ നമുക്ക് അവസാനിപ്പിക്കാം. നിസ്കാര സമയമായി. ഏതെന്നാലും അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് ഒരു ഇമാമിനെ പരിചയപ്പെട്ടു. ഇൻഷാല്ലാ എല്ലാ മാസവും രണ്ടാം വെട്ട വെള്ളിയാഴ്ച ഇൻഷാല്ലാ ഓരോ ഇമാമന്മാരെ നമുക്ക് ഇതുപോലെ പരിചയപ്പെടാം. സമയം രണ്ടാമത്തെ ആളെയും കൂടെ നമുക്ക് തുടങ്ങി വെക്കാം. ഏതെന്നാലും ഇതൊക്കെ നമുക്കൊരു മാതൃകയാക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെയും തൗഹീദിന്റെ വഴിയിൽ ഉറപ്പിച്ച് നിർത്തി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.